ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന കണ്ടന്റ് ഇവയൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫോഴ്സ് ആണ്. എന്താണ് ഫോഴ്സ് എന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം വർക്ക് ഡൺ എന്താണ്, അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം വർക്ക് എനർജി തിയറം ഫോർ എ വാരിയബിൾ ഫോഴ്സ്. പിന്നെ അതുപോലെ ലാസ്റ്റ് വൺ ആയിട്ട് നമ്മൾ വർക്ക് ഡൺ ആൻഡ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് കണ്ടന്റിലേക്ക് പോകാം. ഫോഴ്സ്. അപ്പോൾ എന്താണ് ഒരു ഫോഴ്സ് എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് നമുക്കറിയാം. സാധാരണ നമ്മൾ രണ്ട് ഫോഴ്സ് ആണ് ഉള്ളതെന്ന് പറയാം. അതാണ് കോൺസ്റ്റന്റ് ഫോഴ്സും വാരിയബിൾ ഫോഴ്സും. നമ്മുടെ പ്രകൃതിയിൽ കൂടുതലായിട്ടുള്ളത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വാരിയബിൾ ഫോഴ്സ് ആണ്. അതായത് വാരിയബിൾ ഫോഴ്സ് അതുപോലെ കോൺസ്റ്റന്റ് ഫോഴ്സ് അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താന്ന് പറയാം. ഈ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇപ്പോ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, എപ്പോഴും സെയിം ആയിട്ടിരിക്കും. അങ്ങനെയുള്ള ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയാം. അങ്ങനെ അല്ലാത്ത ഫോഴ്സിനെ എന്ത് ചെയ്യുക, നോട്ട് എ കോൺസ്റ്റന്റ് ഫോഴ്സ്, അതാണ് എന്ത് ചെയ്യുക, വാരിയബിൾ ഫോഴ്സ് എന്ന് പറയാം. അതായത് ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ എന്ത് ചെയ്യുക, സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് വാരിയബിൾ ഫോഴ്സ്. അപ്പം പ്രധാനമായും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് വാരിയബിൾ ഫോഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഈ വാരിയബിൾ ഫോഴ്സസിനും അത് കോൺസ്റ്റന്റ് ഫോഴ്സിനും എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഈ വാരിയബിൾ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോ എന്താണ്, റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓവർ ടൈം. ആ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുന്നില്ല അല്ലെ. അങ്ങനെയുള്ള ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ഫോഴ്സ്. അതുപോലെ തന്നെ വാരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ വിത്ത് ദ ടൈം. ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ ഡയറക്ഷനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് രണ്ടും ആകാം. അല്ലെങ്കിൽ ഓർ അല്ലെങ്കിൽ ആൻഡ് എന്ത് ചെയ്യുക, ചേഞ്ചോ, അങ്ങനെയുള്ള ഫോഴ്സ് ആണ് വാരിയബിൾ ഫോഴ്സ് പറയാം. അപ്പൊ അതിന് എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെയാന്ന് നോക്കാം. ഇപ്പോ കോൺസ്റ്റന്റ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിന് കോൺസ്റ്റന്റ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. ടെൻഷൻ ഇൻ എ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ടെൻഷൻ, ഇവയ്ക്ക് എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി വാരിയബിൾ ഫോഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെ നോക്കാം. ഇപ്പൊ സ്പ്രിംഗിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, അതാണ് സ്പ്രിംഗ് ഫോഴ്സ്. പിന്നെ എയറിന്റെ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സർക്കിളിന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്, കോൺസ്റ്റന്റ് ഫോഴ്സ് ആൻഡ് വാരിയബിൾ ഫോഴ്സസ്. ആൻഡ് ഗിവൺ എക്സാമ്പിൾസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം വർക്ക് ഡൺ. അപ്പം നമ്മൾ വർക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത് ചെയ്യാം, വർക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുകയാണ്. വർക്ക് എന്ന് പറയുമ്പോൾ വർക്കിന് W ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എന്താണ്, വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എഴുതാൻ പറ്റും. ഇപ്പോ ഒരു ബോഡി, ഒരു കൺസിഡർ ചെയ്യുക, ഒരു ബോഡി ഇവിടെ ഉണ്ട്. അപ്പം ബോഡി ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന് പൊസിഷൻ A ആണ്. അപ്പൊ ഒരു ഫോഴ്സ് കൊടുത്തപ്പം ഈ ബോഡിക്ക് എന്ത് മാറ്റായി, ഡിസ്പ്ലേസ്മെന്റിന് മാറ്റണ്ടായി, ഡിസ്പ്ലേസ്മെന്റ് മാറി. ഓക്കെ, അപ്പൊ ഈ ബോഡി B എന്നുള്ള പോയിന്റിലേക്ക് എത്തി. അതെന്തുകൊണ്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് മാറിയപ്പോ B എന്നുള്ള പോയിന്റിൽ എത്തി അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്. അതായത് കോൺസ്റ്റന്റ് ആയിട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ആ ബോഡി കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ആ ബോഡിയുടെ മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് ആക്സിസിൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റും അതുപോലെ തന്നെ വൈ ആക്സിസിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ബോഡി കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ വരയ്ക്കാലോ. ക്ലിയർ ആണല്ലോ, നേരെ വരയ്ക്കാൻ പറ്റും. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ
ഈ ഒരു കർവിന്റെ അടിയിൽ, അതായത് ഈ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ നമ്മൾ കാണണം. ആ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് യോജിപ്പിക്കുകയാണ് താഴോട്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ അടിയിലുള്ള ഏരിയ നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമുക്ക് ബേസിക് ആയിട്ട് കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ അടിയിലുള്ള ഏരിയ കണ്ടാൽ നമുക്ക് കിട്ടുന്നത് വർക്കാണ്. എന്താണ് വർക്ക്? വർക്ക്. അപ്പോൾ ഒരു കാര്യം, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് വർക്ക് ആണ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. അപ്പൊ വർക്കിന്റെ യൂണിറ്റ് നേരത്തെ പറഞ്ഞിട്ട്, വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ് അല്ലെ. അതുപോലെ തന്നെ ഡയമെൻഷൻ നമ്പർ ml²T⁻²-2. അപ്പൊ എനർജിക്ക് എന്ത് ചെയ്യാം, സെയിം യൂണിറ്റ് അത് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യത്തിന്. അപ്പൊ നമ്മളിപ്പം കൊടുത്തത് എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, അതിന്റെ ഏരിയ കാണുന്ന നമുക്ക് കിട്ടുന്ന വർക്കാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ കൂടെ നമ്മൾ വർക്ക് അടുത്തൊരു ടോപ്പിക്ക് പോവുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കുക, ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ. ഇനി നമ്മൾ വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സ് അല്ലെ. ഇപ്പൊ ഞാൻ നേരെ പറഞ്ഞു, ഇപ്പൊ എന്താ നമ്മൾ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ഇത്രയും നേരമായിട്ട് നമ്മൾ കൊടുത്തത് അല്ലെ. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് കൊടുത്തത്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഇപ്പം കൊടുക്കാൻ പോകുന്നത് വാരിയബിൾ ഫോഴ്സ് ആണ്. എന്താണ് വാരിയബിൾ ഫോഴ്സ്? എന്താ ചെയ്യുക, സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പൊസിഷനും വെലോസിറ്റി ഒക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, വാരിയബിൾ ഫോഴ്സ് അല്ലെ. അപ്പൊ ഈ വാരിയബിൾ ഫോഴ്സ് പറയുമ്പോൾ സപ്പോസ് ഒരു ബോഡി ഉണ്ട് ഇതേമാതിരി. അപ്പൊ ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും, വാരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. എന്താണ് വാരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അങ്ങനെ കൊടുക്കുമ്പോൾ വെലോസിറ്റി എങ്ങനെയായിരിക്കും, ബോഡി വെലോസിറ്റി വാരിയബിൾ ആകും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഇതല്ലേ ഇതിനിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത്, എ എന്നുള്ള പോയിന്റ്, ബി എന്നുള്ള പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് ഫോഴ്സ് എപ്പോഴും കോൺസ്റ്റന്റ് ഇല്ലല്ലോ, വാരിയബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന കിട്ടുന്ന വർക്ക് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, അവിടെ കിട്ടുന്ന വർക്ക് എന്ന് പറയുമ്പോൾ, അല്ല വർക്ക് അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഏരിയ എന്ന് പറയുമ്പോൾ എന്താ, അല്ലെങ്കിൽ ആ കർവ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു യൂണിഫോം ആയിരിക്കില്ല, യൂണിഫോം വെലോസിറ്റി ആയിരിക്കില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചമാതിരി ഒരു കർവ് വരയ്ക്കുകയാണ്. Okay, this is x-axis, this is y-axis. Okay, ഈ x-axisൽ നമുക്ക് നേരത്തെ മാതിരി ഡിസ്പ്ലേസ്മെന്റ് നേടാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കാം കേട്ടോ. ഒരു കർവാണ് വിചാരിക്കുക, ഒരു യൂണിഫോം അല്ല, നോൺ യൂണിഫോം ആയിട്ടുള്ള ഒരു വെലോസിറ്റി ആണ് കിട്ടുക. അപ്പോൾ ആ കർവ് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെയാ, ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കാണണം. ഇതിനടിയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇവിടെ എന്താ ചെയ്യുക, ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിനടിയിലുള്ള ഏരിയ കാണണം അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ എന്ത് ഏരിയ കാണാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇനി അല്ലെ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. അപ്പൊ സ്ട്രെയിറ്റ് ലൈനെ കിട്ടിനി. പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ കിട്ടുന്നത്, ഇവിടെ എന്ത് ചെയ്യുക, വാരിയബിൾ ആയിട്ടുള്ള വെലോസിറ്റി മാറണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനുള്ള ഏരിയ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇന്റഗ്രേഷൻ. എന്താണ് ഇന്റഗ്രേഷൻ എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സ്മോൾ പോർഷൻസ് ആയിട്ട് തിരിക്കുകയാണ്. അപ്പൊ ഈ കർവിനെ നമ്മൾ സ്മോൾ പോർഷൻസ് ആയിട്ട് തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ പൊസിഷൻ HI ആൻഡ് ഫൈനൽ പൊസിഷൻ HF. എഫ് എന്ന് പറഞ്ഞാൽ ഫൈനൽ, ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം വർക്ക് ഡൺ എന്ന് കാണാം. അപ്പോ നമുക്കറിയാം ഇവിടെ ഇതിനുള്ള ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കണ്ടാൽ ഏരിയ തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ഏരിയ ഓഫ് ദ സ്മോൾ പോർഷൻ നമുക്ക് ആദ്യം കണ്ടുനോക്കാം എങ്ങനെയാണുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് സ്മോൾ പോർഷൻ, അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് സ്മോൾ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അവിടെ കിട്ടുക,
ഏരിയ പറഞ്ഞാൽ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണ് അല്ലേ. ഓക്കെ, അപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നമ്മൾ കുറച്ച് ചെറിയ പോർഷൻസ് ആക്കി മാറ്റിയല്ലോ. ഈ ചെറിയ അതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ എടുക്കാം. ഈ ചെറിയ പോർഷൻ ആക്കി മാറ്റിയിൽ നിന്നിട്ട് നമ്മൾ ഒരു ഭാഗം മാത്രം പുറത്തേക്ക് എടുക്കണം. ഈ ഒരു ഭാഗം മാത്രമാണ് പുറത്തേക്ക്, ഒരു സിംഗിൾ പോർഷൻ എടുക്കട്ടോ. ഒരു സിംഗിൾ പോർഷൻ എടുത്തിട്ട് അത് മാത്രം വരയ്ക്കുക. ഇവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് dx ആണ്, ഇത് ഫോഴ്സ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സ്മോൾ പോർഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അതാണ് ശരിക്കും ഇവിടെ ഉണ്ടാവുന്ന dx എന്ന് പറയാം. dx പറഞ്ഞാൽ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സ്മോൾ പോർഷൻ നമുക്ക് അറിയാം f ഇൻറ്റു dx എഴുതി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ കാണണം. അപ്പൊ നമ്മൾ ചെറിയൊരു ഏരിയ അല്ലേ കണ്ടത്. അപ്പൊ ചെറിയ ഏരിയ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വലിയ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, അപ്പൊ ഇന്റഗ്രേഷൻ ആണ് മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പൊ അതായത് ഇപ്പൊ ഒരു ചെറിയൊരു ഭാഗം കിട്ടി. അപ്പോ അപ്പൊ ആ ചെറിയ ഭാഗത്ത് എന്ത് ചെയ്യുക, ടോട്ടൽ ഭാഗം ഉണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യുക, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ പാർട്സ് ആക്കി മാറ്റി. അപ്പൊ ഈ ചെറിയ പാർട്സ് കിട്ടി കഴിഞ്ഞാൽ അതിന് ഇന്റഗ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ടോട്ടൽ ഏരിയ കാണാൻ നമുക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ഏരിയ അണ്ടർ ദ കർവിനിടയിൽ കിട്ടുന്ന ഏരിയ, അത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവിന്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വർക്കാണ് അല്ലെ, വർക്കാണ്. അപ്പം ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്താ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ വർക്കാണ് അറിയാം. ഇതിന് ഏരിയയിൽ കിട്ടുന്ന, അതായത് ഈ ഒരു കർവിന്റെ അടിയിലുള്ള ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് കിട്ടുന്നത് വർക്കാണ്. അപ്പൊ ഇവിടെ ഉള്ള സ്മോൾ ഏരിയ എന്ന് പറഞ്ഞാൽ സ്മോൾ വർക്കാണ് അല്ലെ. അതായത് എങ്ങനെ എഴുതാ, സ്മോൾ എഴുതാട്ടോ. അടുത്ത് സ്മോൾ ഏരിയ എന്ന് പറഞ്ഞാല് സ്മോൾ വർക്കാണ്. ഒരു ചെറിയ ഏരിയ എടുക്കുകയാണെങ്കിൽ ചെറിയ വർക്കാണ്. അപ്പൊ ടോട്ടൽ ഏരിയ പറഞ്ഞാൽ വർക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി അങ്ങനെയാണെങ്കിൽ സ്മോൾ ഏരിയ എന്ന് പറയുമ്പോൾ അത് സ്മോൾ വർക്കാണ് അല്ലെ. അപ്പൊ സ്മോൾ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റുക, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അപ്പൊ സ്മോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പൊ ഇനി അപ്പം എന്ത് ചെയ്യുക, സ്മോൾ ഏരിയ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എങ്ങനെ കാണുക, അപ്പൊ ടോട്ടൽ ഏരിയ അല്ലെ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, വർക്കാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ W എന്ന് എടുക്കാം. സ്മോൾ വർക്ക് എന്ന് പറയുമ്പോൾ DW ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ W എന്ന് എടുക്കാം. W = ഇന്റഗ്രേഷൻ ചെയ്യാണ്. ഇന്റഗ്രേഷൻ വരെ ഇത് ഈ കർവിന്റെ ഇന്റഗ്രേഷൻ ഏത് മുതൽ ഏത് വരെ ഉള്ളത്, HI എന്ന് പറഞ്ഞ ഇനീഷ്യൽ പൊസിഷൻ ടു HF എന്ന് പറഞ്ഞ ഫൈനൽ പൊസിഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റഗ്രൽ HI മുതൽ HF വരെ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. എന്തിനെ, Fdx നെ. ക്ലിയർ ആണല്ലോ. അപ്പോ ടോട്ടൽ ഏരിയ അപ്പൊ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ടോട്ടൽ ഏരിയ എങ്ങനെ കാണുന്നത്, ടോട്ടൽ ഏരിയ പറഞ്ഞാല് W എന്നല്ലേ. ഇത് നമുക്ക് ഇവിടെ ഇതൊന്ന് മായ്ക്കാം, ഇതിവിടെ ചെയ്യാം. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ HI to HF ഇവിടെ നമുക്കൊന്ന് മാറ്റിയിടാം. HI to ഇവിടെ HF അല്ലേ. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇന്റഗ്രൽ ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ F into dx. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ചെറിയ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഏരിയ കാണാൻ പറ്റും. അപ്പൊ അത് ആ ഒരു മെത്തേഡാണ് ഇന്റഗ്രേഷൻ എന്ന് പറയാം. അപ്പൊ ഈ വാരിയബിൾ ഫോഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, ആ കിട്ടിയ ഫോഴ്സിനെ എന്ത് ചെയ്യുക, സ്മോൾ പോർഷൻസ് ആക്കി മാറ്റുക, എന്നിട്ട് എന്തിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് എന്ത് ചെയ്യുക, വർക്ക് ഡൺ ബൈ വാരിയബിൾ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. വർക്ക് എനർജി തിയറം ഫോർ എ വാരിയബിൾ ഫോഴ്സ് അല്ലെ. വർക്ക് എനർജി തിയറം നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തേനി, ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക്. ആ കാര്യം നമ്മൾ ഒന്നുകൂടി ഇവിടേക്ക് എഴുതാണ്. അപ്പൊ ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇൻറ്റു KE. അതായത് ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ് പറഞ്ഞത്, വർക്ക് അല്ലേ. അതായത് വർക്ക് എനർജി തിയറം എന്നുള്ള സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പം പറഞ്ഞു. ഓക്കെ, ഇനി
കൈനറ്റിക് എനർജി എന്താ പറയാ, വർക്ക് എന്താ പറയാ. അപ്പൊ സപ്പോസ് ഞാൻ ഒരു ബോഡി കൺസിഡർ ചെയ്യാണ് അല്ലെ. അപ്പൊ ഒരു ബോഡി, ഇപ്പൊ നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യാണ്, ഒരു ബോഡി കൺസിഡർ ചെയ്യാണ്. ഈ ബോഡിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാ, ഒരു ഫോഴ്സ് കൊടുത്തു. എന്താണ് ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാല് ശ്രദ്ധിക്കുക, ബോഡിക്ക് എന്താ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ക്ലിയർ ആണ്? ബോഡിക്ക് ഫോഴ്സ് എടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. സപ്പോസ് ഞാൻ ഈ ബോഡിക്ക് കൊടുക്കുന്നത് സ്മോൾ ഫോഴ്സ് ആണ്. അപ്പൊ എന്താണ് സ്മോൾ ഫോഴ്സ് ആണ്, ചെറിയ ഫോഴ്സ് ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ചെറിയ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ബോഡി ചെറിയ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ചെറിയ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഡി എച്ച് എന്ന സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ പറയുന്നത് എന്താ, നമ്മൾ ചെയ്ത ചെറിയൊരു വർക്കല്ലേ, അതായത് ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട്, അപ്പോൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടിയ വർക്ക് എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, ചെറിയ വർക്കല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ വർക്ക് എന്ന് പറഞ്ഞാല് സ്മോൾ എന്നല്ലേ. ഓക്കെ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വർക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല, ചെറിയ വർക്ക് എന്ന് പറയുന്നത്, അതായത് DW ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എഴുതാൻ പറ്റില്ലോ, ഫോഴ്സ് ഇൻറ്റു DH. ഓക്കെ, ഇത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മനസ്സിലാക്കണം. അപ്പം അതായത് ചെറിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തത് ചെറിയൊരു വർക്കാണല്ലോ, അപ്പൊ ചെറിയ വർക്കിനാണ് DW എന്ന് പറയാം. അപ്പം DW ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് DH. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് ന്യൂട്ടന്റെ ലോ നമുക്കറിയാം, സെക്കൻഡ് ലോ പ്രകാരം എന്താ, F ഈസ് ഈക്വൽ ടു ma എന്നറിയാം. അപ്പം അതും കൂടെ കേട്ടോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് ഒന്നുകൂടി എഴുതാം. ഇങ്ങനെ സെക്കൻഡ് ലോ അല്ലെ, സെക്കൻഡ് ലോ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയാണ് നമുക്ക് എന്താ, F ഈസ് ഈക്വൽ ടു ma എന്ന് അല്ലെ. F ഈസ് ഈക്വൽ ടു ma, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, ആക്സലറേഷൻ ഇവിടെ m ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അപ്പൊ മാസ് ഇൻറ്റു dv/dt എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ആണ് അല്ലെ. മാസ് ഇൻറ്റു dv/dt എന്ന ആക്സലറേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ എഫിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, ഈ m ഇൻറ്റു dv/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ വർക്ക് എന്ന് പറയുന്നത് DW ഈസ് ഈക്വൽ ടു m ഇൻറ്റു dv/dt ഇൻറ്റു ഒരു DH ഉണ്ടല്ലോ അവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാലോ, ഇതിങ്ങനെ ഈക്വൽ ടു m ഇൻറ്റു dv ഇൻറ്റു dH/dt എന്ന് എഴുതാമല്ലോ. ആ dt നെ നമ്മൾ DHന്റെ താഴത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോ dH/dt, DH പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പറയുന്നത് വെലോസിറ്റി എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് വെലോസിറ്റി. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ എന്താ പറയാ, ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി v. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഒന്നുകൂടി ചെയ്താൽ dw is equal to m ഇൻറ്റു vdv. ആ v നെ ഇങ്ങോട്ട് എഴുതും. അപ്പോൾ dv നെ അപ്പുറത്ത് വരും, m ഇൻറ്റു vdv. അപ്പൊ നമുക്ക് ചെറിയ വർക്കാണ് കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് വലിയൊരു വർക്കാണ്, മീൻസ് ഇപ്പൊ ചെറിയൊരു വർക്ക് കിട്ടി, നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ടോട്ടൽ വർക്ക് ചെയ്യണം. ഇപ്പൊ നേരത്തെ നമ്മൾ ചെറിയ സ്പോർട്സ് കൊടുത്തുകൊണ്ട് ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, ചെറിയ വർക്കും കിട്ടി, ചെറിയ വർക്കാണ് അപ്പൊ ചെയ്തെന്ന് കിട്ടി. അങ്ങനെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, കൊടുക്കുന്ന വലിയൊരു ഫോഴ്സ് ആണ് വെച്ചോ. അപ്പൊ വലിയ ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് വലിയ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, പിന്നെ നമുക്ക് ചെയ്യണം എന്തായിരിക്കും, വലിയ വർക്കായിരിക്കും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വലിയ വർക്ക് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടോട്ടൽ വർക്ക് പറഞ്ഞാൽ W ഈക്വൽ ടു, നമുക്ക് ഇവിടേക്ക് എഴുതാം, ഒരു മിനിറ്റ്. ടോട്ടൽ വർക്ക് ഈക്വൽ ടു W ഈക്വൽ ടു ഇന്റഗ്രൽ. നമുക്ക് ശ്രദ്ധിക്കാം, അപ്പൊ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കിട്ടിയ വെലോസിറ്റിയാണ്. അപ്പൊ വെലോസിറ്റി എന്ത് ചെയ്യാം, ഒരു ബോഡി വെലോസിറ്റിക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും, ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ടാവും.
അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ യു എന്നാണ്, ഫൈനൽ വെലോസിറ്റി ആകുമ്പോൾ വി ആണ്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബോഡി എവിടുന്ന് തുടങ്ങി ഏത് വരെ മൂവ് ചെയ്യാണ് പറയാണ്. സപ്പോസ് ആ ബോഡി ഒരു ഗിവൺ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, ആ ഒരു ഗിവൺ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും, ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ W is equal integral u to v u to v m into v dv എന്ന് എടുക്കാം. u to v m into dv. അത് നമുക്ക് m നെ നമ്മൾ എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. W equal to ഇന്റഗ്രേഷനെ പുറത്തെടുക്കുക. അത് മാസ്, ഒരു ബോഡിയുടെ മാസ് മാറുന്നില്ലല്ലോ, അപ്പൊ അതിനെ ഇന്റഗ്രേഷൻ പുറത്തെടുക്കും. ഇന്റഗ്രൽ u to v v dv u to v v dv. ഓക്കെ, വി ഡി വി എന്നുള്ളതിനെ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു എന്നുള്ളൊരു ഫോർമാറ്റിലാണ്, അതായത് വി ഡി വി എന്നല്ലേ. അപ്പൊ വി ഡി വിനെ നമ്മൾ എങ്ങനെ എഴുതാം, ഇന്റഗ്രേഷൻ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ വി സ്ക്വയർ ബൈ 2 എന്നാണ്. എന്താണ് വി സ്ക്വയർ ബൈ 2? അതായത് ഇന്റഗ്രൽ വി ഡി വി എന്ന് പറഞ്ഞാല് വി സ്ക്വയർ ബൈ 2 എന്നാണ്. അപ്പൊ നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇന്റഗ്രൽ വി ഡി വി പറഞ്ഞാൽ വി സ്ക്വയർ ബൈ 2 എന്നാണ് അല്ലെ. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ കിട്ടുന്ന വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക, എം ഇൻറ്റു വി സ്ക്വയർ ബൈ 2 ഇൻറ്റു യു ടു വി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. W is equal to m ഇൻറ്റു വി സ്ക്വയർ ബൈ 2 ഇൻറ്റു യു ടു വി. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയ വർക്ക് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് മാറ്റി എഴുതാലോ. W equal to ഈ ഹാഫിനെ പുറത്തേക്ക് കൊണ്ടുവരാം അല്ലെ, ഹാഫിനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഹാഫ് എം ഇൻറ്റു, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പർ ലിമിറ്റ് ആണ് ആദ്യം കൊടുക്കുക, പിന്നാണ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് നമ്മൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ്, അപ്പം ഹാഫ് എം ഇൻറ്റു ഇവിടെ എങ്ങനെ ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതെന്താണ്, ഹാഫ് എം, അതായത് ഹാഫ് എം വി സ്ക്വയർ എന്ന് കൈനറ്റിക് എനർജി അല്ലേ. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. ഇവിടെ എന്ത് ചെയ്യാം, ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് ഹാഫ് യു സ്ക്വയർ, ഹാഫ് എം യു സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഒന്നുകൂടി നന്നാക്കിയതാ. ഇവിടെ കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് അങ്ങനെ എഴുതാൻ പറ്റും, കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്നല്ല കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് പറയില്ലേ, അതിനാണ് എന്താ പറയാ, ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറയാം. ഓക്കെ, അപ്പം വർക്ക് W is equal to ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത് തന്നെയല്ലേ വർക്ക് എനർജി തിയറത്തിലും പറയുന്നത്. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ചിങ് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഒരു വാരിയബിൾ ഫോഴ്സിന്റെ ആയാലും ഈ കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ഗിവൺ ഗ്രാഫ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ഏരിയ കണ്ടാൽ നമുക്ക് കിട്ടുന്നത് എന്ത് ചെയ്യണം, വർക്ക് ഡൺ ആണ്. ആ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, നമുക്ക് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, വർക്ക് ഡൺ ആൻഡ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ ഇനി പത്രം പറയാനുള്ളത് വർക്ക് ഡണ്ണും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ വർക്ക് എന്ത് ചെയ്യാം, 3 ടൈപ്പ് വർക്കുകൾ പഠിച്ചില്ലേ, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, അതുപോലെ തന്നെ സീറോ വർക്ക്. അപ്പൊ അതെന്താണെന്ന് ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഡൺ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ നമുക്ക് വേറെ കളറിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇതില് പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോഡിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുത്തു അല്ലെ. ഒരു ബോഡിക്ക് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുന്നത്, ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഈ ഫോഴ്സ് കൊടുത്തപ്പോൾ ബോഡി എന്ത് ചെയ്യുക, ആ സെയിം ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത് ചെയ്യുക, പോസിറ്റീവ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാവും അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും, അതേ ഡയറക്ഷനിൽ തന്നെ. അങ്ങനെയാണ് പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് W is equal to പോസിറ്റീവ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്കും കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിരിക്കും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അതും പോസിറ്റീവ് ആയിരിക്കും. അപ്പം വർക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ സിമിലർലി നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും രണ്ടാമത്തെ കേസിൽ നെഗറ്റീവ് വർക്ക് ആകുമ്പോൾ നമുക്ക് എങ്ങനെ വരിക, ഇവിടെ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്താലും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഉണ്ടാവും അല്ലെ. ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് എങ്ങനെയായിരിക്കും? വർക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നമ്മൾ നെഗറ്റീവ് വർക്കിൽ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, റോക്കറ്റിന്റെ പ്രൊപ്പൽഷൻ അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, അടിയിലേക്കാണ് അതിന്റെ എഞ്ചിന് ത്രസ്റ്റ് വരുന്നത്, പക്ഷെ റോക്കറ്റ് പോണ മേലോട്ടാണ്. ഓക്കെ, അങ്ങനെയാണ് സീറോ വർക്ക് എന്തായിരുന്നു? സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളേക്ക് ഒരു വാൾ എടുക്കല്ലേ, ഒരു വാളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൂവ്മെന്റ് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുത്താലും ഒരു മൂവ്മെന്റ് ഇല്ല. അങ്ങനെയുള്ള വർക്ക് ഉണ്ട് സീറോ വർക്ക് എന്ന് പറയാം. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഒരു ബോഡിക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിനും എന്ത് ചെയ്യുക, സീറോ വർക്ക് എന്ന് പറയാം. അപ്പൊ ഒരു ബോഡി എടുക്കുക, ആ ബോഡിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങനെയാണെങ്കിലും ആ ബോഡി പോകുന്നത് അപ്പം ഫോഴ്സ് ആണെന്ന് വെച്ചോ. അപ്പൊ ബോഡി പോകുന്നത് മേലോട്ടാണെന്ന് വെച്ചോ. മേലോട്ട് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഉണ്ടാവുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അപ്പൊ സീറോ വർക്ക് എന്നാൽ വർക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, കൈനറ്റിക് എനർജി ഇല്ലല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് വർക്ക് ഈസ് ഈക്വൽ ടു സീറോ. അപ്പം കൈനറ്റിക് എനർജി എന്ത് ചെയ്യുക, സീറോ ആയി, ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പം എന്ത് ചെയ്യുക, അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ് കാണും. അതുവരെ ഗുഡ് ബൈ.